അതിരപ്പള്ളിയിൽ നിന്നുള്ള ഒരു വാർത്ത നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. ഈ അതിരപ്പള്ളിയിൽ കഴിഞ്ഞ 2 ദിവസമായി ആശങ്കയായിരുന്ന മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഈ സമയത്ത് വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. വെറ്റിലപ്പാറ ഭാഗത്താണ് ആനയെ കണ്ടെത്തിയിരിക്കുന്നത്. 2 ദിവസം മുൻപ് ആനയുണ്ടായിരുന്ന തുരുത്തിൽ തന്നെയാണ് മറ്റു 2 ആനകൾക്കൊപ്പം ഈ ആനയെയും കണ്ടെത്തിയത്. വിവരങ്ങളുമായി തിയോഫിൻ ചേരുകയാണ് നമ്മളോടൊപ്പം. തിയോഫിൻ, ഇപ്പോൾ ആനയെ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം കണ്ട ആ തുരുത്തിന്റെ അതേ ഭാഗത്ത് തന്നെയാണ് ഇപ്പോഴും ആന ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനു, തീർച്ചയായും 2 ദിവസമായി വനം വകുപ്പ് വളരെ വ്യാപകമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ ഒരു ഭാഗത്ത് പോലും ഈ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ആനയെ ഇന്ന് രാവിലെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ആനയെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് 2 ദിവസം മുൻപ് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി ആനയെ കണ്ടെത്തിയിരുന്ന ആ തുരുത്തിൽ തന്നെയാണ് എന്നാണ് വനം വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. മറ്റ് 2 ആനകളും ഈ ആനയ്ക്കൊപ്പമുണ്ട്. എന്തായാലും ഇപ്പോൾ ആനയെ കണ്ടെത്തിയിരിക്കുന്ന ഭാഗത്ത് ദൗത്യത്തിന്, അതായത് ഈ മയക്കുവെടി വയ്ക്കുക എന്നതാണ് പ്രധാന ദൗത്യം. അതിന് ഈ ആനയ്ക്ക് നമുക്കറിയാം, നേരത്തെ ആനയുടെ മസ്തകത്തിൽ ഒരു വലിയ മുറിവുണ്ടായിരുന്നു. മുറിവിൽ പഴുപ്പുൾപ്പെടെ ഉണ്ടായിരുന്നു. ആനയെ ചികിത്സിക്കുക എന്നതാണ് അതിൻ്റെ ഒരു പ്രാഥമിക ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് മയക്കുമരുന്ന് വെച്ച് ആനയെ പിടികൂടാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം മയക്കുവെടി വെക്കാൻ ശ്രമിച്ചെങ്കിലും, ഇതേ തുരുത്തിൽ വെച്ച് അതിന് ശ്രമിച്ചെങ്കിലും മയക്കുവെടി ആനയ്ക്ക് കൊണ്ടിരുന്നില്ല. പിന്നീട് ആനയെ കൃത്യമായ ഈ ദൗത്യം സാധ്യമാക്കുന്ന ഒരു ഭാഗത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പടക്കം പൊട്ടിക്കാൻ ശ്രമിച്ചു. അതിനിടെയാണ് ആന കാട്ടിലേക്ക് കയറിപ്പോയത്. ആനയെ ഇന്നലെയും മുഴുവനായി തന്നെ അന്വേഷണം നടത്തിയിട്ടും ആനയെ എവിടെയും ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ ഇന്ന് രാവിലെയാണ് വനപാലകർ ആനയെ കണ്ടെത്തിയത്. ഇന്ന് വ്യാപകമായി തന്നെ ഒരു തെരച്ചിലിനാണ് പദ്ധതി ഇട്ടിരുന്നത്. പുലർച്ചെ തന്നെ തെരച്ചിൽ തുടങ്ങുകയും ചെയ്തിരുന്നു. ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള വ്യാപകമായ ഒരു തെരച്ചിൽ കാലടി ഭാഗത്തുൾപ്പെടെ, കാരണം കാട്ടിലേക്ക് ആന കയറിപ്പോയി എന്ന ഒരു ധാരണയിൽ ഇന്നലെ എവിടെയും കണ്ടെത്താനും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഉൾക്കാട്ടിലേക്ക് കയറിപ്പോയിട്ടുണ്ടാകാം എന്നൊരു സംശയം കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യാപകമായ ഒരു തെരച്ചിലിന് ഇന്ന് പദ്ധതി ഇട്ടത്. അതിനിടെയാണ് 2 ദിവസം മുൻപ് ആനയെ കണ്ടിരുന്ന അതേ തുരുത്തിൽ തന്നെ ഇപ്പോൾ ആനയെ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ തുരുത്തിൽ ഇപ്പോൾ ഈ ആനയെ മയക്കുവെടി വയ്ക്കുന്നതിനൊരു ബുദ്ധിമുട്ടില്ല. അതിന് പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലാണ്, അതിന് പറ്റിയ ചുറ്റുപാടിലാണ് ആനയെ കണ്ടെത്തിയിട്ടുള്ളതെന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം, 2 ആനകൾ കൂടി ഈ പരിക്കേറ്റ ആനയുടെ കൂടെ ഉണ്ട് എന്ന് കേൾക്കുന്നു. അതൊരു പ്രശ്നമാണോ? അത് കൃത്യമായി നമുക്ക് ഈ ആനയെ തന്നെ വനം വകുപ്പിന് ഇതിനെ ഒറ്റയ്ക്ക് മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ കൃത്യമായി ആനയെ ലൊക്കേറ്റ് ചെയ്ത് അതിന് മയക്കുവെടി വയ്ക്കുകയോ ചെയ്യുക എന്നതൊരു ദൗത്യമുണ്ട്. കാരണം ആന കൂട്ടമായി കാണുന്നു എന്നതാണ് ചെറിയൊരു പ്രശ്നം ഇപ്പോഴുള്ളത്. അതിൽ ഈ ആന ഭക്ഷണം കഴിക്കുന്നു കൂടി ഉണ്ട്, അതുകൂടി കണ്ടു എന്നാണ് വനം വകുപ്പ് പറയുന്നത്. എന്തായാലും ഈ ആനയെ കൂട്ടത്തിൽ നിന്ന്, കാരണം ആനക്കൂട്ടമായി കണ്ടതുകൊണ്ടൊരു പ്രശ്നം മനു സൂചിപ്പിച്ചതുപോലെ ഉണ്ട്. കാരണം കൃത്യമായി ആനയെ ലൊക്കേറ്റ് ചെയ്ത്, അതുമല്ല ഈ കൂട്ടത്തിനിടയിൽ നിന്ന് ആനയെ മയക്കുവെടി വയ്ക്കുമ്പോൾ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ മറ്റാനകൾ ഇടയാനുള്ളൊരു സാധ്യതയുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ആനയെ ഒറ്റപ്പെട്ട മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കിട്ടാൻ വേണ്ടി വനംവകുപ്പ് നോക്കിയിരിക്കും. എന്തായാലും കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ വനംവകുപ്പ് നമുക്ക് ലഭ്യമാക്കുമെന്നാണ് അറിയുന്നത്. മനു, എല്ലാ സന്നാഹങ്ങളുമായി വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ടീം അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഏത് നിമിഷവും മയക്കുവെടി പ്രതീക്ഷിക്കാം. തീർച്ചയായും മനു, എപ്പോഴാണ്, അതായത് ഈ ആനയെ മയക്കുവെടി വെക്കുക എന്നത് ഇപ്പോൾ മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആനക്കൂട്ടം 3 ആനകൾ ഉൾപ്പെടെയുള്ള ഒരു ആനക്കൂട്ടത്തിൽ ഒരാനയെ മയക്കുവെടി വെച്ച് ആന എന്തെങ്കിലും ഈ പെരുമാറ്റത്തിൽ വ്യത്യാസം കാണിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റാനകൾ ഇടയാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് വനംവകുപ്പ് ഇതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നത് നമുക്കിപ്പോൾ ലഭ്യമായിട്ടില്ല. കാരണം അവർക്ക് അവരുടേതായ ചില സ്ട്രാറ്റജികൾ ഉണ്ടാകും. എന്തായാലും അല്പസമയത്തിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വനംവകുപ്പ് നമുക്ക് നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അത് ലഭ്യമായി കഴിഞ്ഞാൽ നമുക്ക് ആ വിവരങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാൻ കഴിയുമല്ലോ. ശരി തിയോഫിൻ, ഓക്കെ, താങ്ക് യു.